നമസ്കാരം, എല്ലാവർക്കും സുഭാഷാണ്. മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷനിലെ വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു ക്വസ്റ്റൻ ആണ്, പക്ഷെ എൻട്രൻസിന് എക്സാമിന് ചോദിക്കുന്നതാണ്. ഓക്കെ, ക്വസ്റ്റൻ നോക്കുമ്പോൾ കുറെ ഇൻവേഴ്സുകളും അല്ലാതൊക്കെ ഉണ്ട് അല്ലെ. സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ്, സീക്ക് ഓഫ് കോസ് ഇൻവേഴ്സ്, എക്സ് ഈക്വൽ ടു ഡാഷ്, കുറെ കാര്യങ്ങളുണ്ട്. രണ്ട് ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇൻവേഴ്സിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഇത്രയും വലുതായിട്ടുള്ള രീതിക്കുള്ള ഒരു എക്സ്പ്രഷൻ പഠിച്ചിട്ടില്ല. ഇവനെയൊക്കെ ഒന്ന് വളരെ ഈസി ആയിട്ട് പഠിക്കാം കേട്ടോ. എൻട്രൻസിന്റെ ഒക്കെ സ്റ്റാർട്ടിങ് പ്രോബ്ലംസ് ആയിട്ട് വരും, എക്സാമിന് ചോദിക്കുന്നതാണ്. ഇവനുള്ള പഠിച്ചോണം. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും തന്ന് ക്ലാസ്സുകളും നോട്ട്സുകളും മീൻസ് മെറ്റീരിയൽ ആയിട്ട് തന്ന് ഇക്വേഷൻ ബുക്കിലിട്ട് തന്നുള്ള ക്ലാസ് ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കീമ്, ഇന്ത്യ, ക്വിസാറ്റ്, ജെഇ ഉള്ള എല്ലാ എൻട്രൻസിനും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുകയും ചെയ്യും. ഓക്കെ, നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇവിടെ സീക്ക് അല്ലേ മോനെ, ഈ കൊസീക്ക് ഇൻവേഴ്സ് എക്സിനെ സീക്ക് ഇൻവേഴ്സിലോട്ട് മാറ്റണം. കാരണം സീക്ക് ഓഫ് സീക്ക് ഇൻവേഴ്സ് രണ്ടുകൂടെ ക്യാൻസൽ ആക്കുള്ളൂ. സീക്ക് ഓഫ് സീക്ക് ഇൻവേഴ്സ് രണ്ടുകൂടെ ക്യാൻസൽ ആക്കി നമുക്ക് അകത്തേത് മാത്രം എഴുതാം. ഈ കൊസീക്ക് ഇൻവേഴ്സിനെ നമുക്ക് മാറ്റാം. ശ്രദ്ധിച്ചിരിക്കണം, കൊസീക്ക് ഇൻവേഴ്സ് എക്സ്, എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെന്ന് എഴുതാം മോനെ, എക്സ് ബൈ 1. ശരിയല്ലയോ? കൊസീക്ക് എന്ന് പറഞ്ഞാൽ എ സൈഡ് ബൈ എ സൈഡ് ആവുമ്പോൾ കൊസീക്ക് എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസിനെ നമുക്ക് എക്സ് ആയിട്ടും ഇയാളെ ഓപ്പോസിറ്റ് സൈഡിനെ 1 ആയിട്ടും എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇല്ലാത്ത സൈഡ് ഏതാമനെ അഡ്ജസന്റ് സൈഡ് റൂട്ട് ഓഫ് ഏതായിരുന്നു, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓപ്പോസിറ്റ് സൈഡ് സ്ക്വയർ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. ഓക്കെ, അഡ്ജസന്റ് സൈഡ് കിട്ടി. അപ്പൊ ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എഴുതാൻ പോകുന്ന എല്ലാവരും ശ്രദ്ധിക്കണം, സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് സീക്ക് ഓഫ്. ഓക്കെ, ഞാൻ ഈ കൊസീക്ക് ഇൻവേഴ്സിനെ സീക്ക് ഇൻവേഴ്സിലോട്ട് മാറ്റാൻ പോവാം. കൊസീക്ക് ഇൻവേഴ്സിനെ സീക്ക് ഇൻവേഴ്സിലോട്ട് മാറ്റുമ്പോൾ സീക്ക് എന്ന് പറഞ്ഞാൽ എ സൈഡ് ബൈ എ സൈഡാ, ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസ് എത്രയായിരുന്നു, എക്സ് ആയിരുന്നു. ഓക്കെ, നമുക്ക് അഡ്ജസന്റ് സൈഡ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. ഓക്കെ, ഇപ്പോൾ ഏകദേശം കുഴപ്പമില്ല, ഇത്രയൊക്കെ എത്തി. ഓക്കെ, ബ്രാക്കറ്റുകൾ ശ്രദ്ധിക്കണം. അല്ലാണ്ട് ഈ ബ്രാക്കറ്റിന്റെ ക്ലോസിംഗ് ആണിത്, ഈ ബ്രാക്കറ്റിന്റെ ക്ലോസിംഗ് ആണ് ഇത് കേട്ടോ. ഓക്കെ, ഇപ്പൊ നോക്കിക്കേ, ഇത് തമ്മിൽ നമുക്ക് ക്യാൻസൽ ആക്കി കളഞ്ഞാൽ ദാറ്റ് ഈസ് സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ്, ബാക്കി ആരെ കിട്ടി, എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. ഇത്ര കിട്ടി. ഇപ്പൊ സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് ആ, ഈ ടാൻ ഇൻവേഴ്സ് സൈൻ ഇൻവേഴ്സ് ആയിരുന്നെങ്കിൽ സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് ആവും, രണ്ടുകൂടെ ക്യാൻസൽ ആക്കാം, ആൻസർ ആവും. ഓക്കെ, ഇനി ടാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ സൈഡ് ബൈ എ സൈഡ് ആമനെ ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ആരാണ്, അഡ്ജസന്റ് സൈഡ് ആണ്. ശരിയല്ലയോ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണ്. അപ്പൊ ഇല്ലാത്ത സൈഡ് ഏതാമനെ ഹൈപ്പോട്ടന്യൂസ് അല്ലയോ, ദാറ്റ് ഈസ് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് സ്ക്വയർ പ്ലസ് അഡ്ജസന്റ് സൈഡ് സ്ക്വയർ. ഇതാണ് നമ്മുടെ ഫോർമുല, അതൊക്കെ എല്ലാവർക്കും അറിയാം. ദാറ്റ് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് ഇതിന്റെ സ്ക്വയർ എക്സിന്റെ സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1ന്റെ സ്ക്വയർ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് സ്ക്വയർ പ്ലസ് അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ആണ്, അതിന്റെ സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് റൂട്ടിന്റെ സ്ക്വയർ വന്നാൽ രണ്ടുകൂടെ പോയി, ബാക്കി എക്സ് സ്ക്വയർ മൈനസ് 1. രണ്ടുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2x സ്ക്വയർ മൈനസ് 1 എന്ന് നമുക്ക് റൂട്ടിനുള്ളിൽ കിട്ടും. ശരിയല്ലയോ? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 2x സ്ക്വയർ. ഓക്കെ, ആൻസർ വരുമ്പോൾ ദാറ്റ് ഈസ് സൈൻ ഓഫ് ഈ ടാൻ ഇൻവേഴ്സിനെ ഞാൻ എന്താക്കുന്നു മോനെ, സൈൻ ഇൻവേഴ്സ് ആക്കുന്നു. ഓക്കെ, സൈൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ സൈൻ എന്ന് പറഞ്ഞാൽ എ സൈഡ് ബൈ സൈഡ്, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. നമുക്ക് ഇവിടെ ഓപ്പോസിറ്റ് എത്ര ഇടുന്നു നോക്കിയേ, എത്രയായിരുന്നു, എക്സ്. ഹൈപ്പോട്ടന്യൂസ് നമുക്ക് ഇപ്പൊ കിട്ടിയ എത്ര മോനെ, റൂട്ട് ഓഫ് 2x സ്ക്വയർ മൈനസ് 1. ഓക്കെ, ഇപ്പൊ സൈൻ ഇൻവേഴ്സും സൈനോടെ പോയി, ബാക്കി ഫൈനല് ഓക്കെ ആണല്ലോ അല്ലേ. അപ്പോൾ എക്സ് ബൈ റൂട്ട് ഓഫ് 2x സ്ക്വയർ മൈനസ് 1. ക്ലിയർ ആയല്ലോ? ഇതൊക്കെ മനസ്സിലായി നോക്കുക, എന്നിട്ട് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് എന്തുവാ, ഇതിനെ ഞാനൊരു 3-4 മിനിറ്റ് കൊണ്ടൊക്കെ ചെയ്യാം, പോരാ 1 മിനിറ്റ്, ഒറ്റ മിനിറ്റിനുള്ളിൽ തീർക്കണം, വളരെ ഫാസ്റ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ അതിനാണ് ഇതിന് ടൈം വേണമെന്ന് പറയുന്നത്. അല്ല നമുക്ക് ചെയ്യാൻ അറിയാം എന്നുള്ളത് കൊണ്ട് പ്രയോജനമില്ല, ചെയ്യുന്നത് എത്ര സമയത്തിനുള്ളിലുള്ളതെന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പൊ നിങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിരിക്കണം, നല്ല രീതിയിൽ കൂടെ കറക്റ്റ് ആയിട്ട് ആൻസർ എത്തുകയും വേണം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ കുട്ടി ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാണ്. ഇതേപോലുള്ള ക്ലാസ്സുകൾ ഇനിയും വരും, നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഫുൾ ക്ലാസ്, ഫുൾ നോട്ട്സ് എല്ലാം കിട്ടാൻ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, മാക്സിമം ഇതൊന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നാണെങ്കിൽ മീൻസ് മറ്റുള്ളവർക്ക് പ്രയോജനം ഒന്ന് തോന്നിയാൽ ഒന്ന് ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.